എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൂർസ്ബൂർഗിലാണ്. ജർമ്മനിയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സിറ്റീസിലൊന്നാണ് വൂർസ്ബൂർഗ്. വൂർസ്ബൂർഗ് ചരിത്രപ്രധാനമായിട്ടുള്ളൊരു നഗരമാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന സിറ്റിയിലെ ക്രിസ്മസ് മാർക്കറ്റാണ്. വൂർസ്ബൂർഗ് ക്രിസ്മസ് മാർക്കറ്റ് വർഷത്തിലൊരിക്കൽ വൂർസ്ബൂർഗിലെ മാർക്കറ്റ് പ്ലാസിൽ ശ്രദ്ധേയമായി നടക്കുന്ന ഒരു ആഘോഷമാണ്. ഇത് നവംബർ അവസാനം മുതൽ ഡിസംബർ 23 വരെ നടത്തപ്പെടുന്നു. നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. ഇവിടെ സാമാന്യം നല്ല തിരക്കൊക്കെയാണ്. ക്രിസ്മസ് മാർക്കറ്റ് എപ്പോഴും നടക്കുന്നത് സിറ്റിയിലെ ഒരു മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സ്ക്വയർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്ഥലത്തായിരിക്കും. ഇത് കൂടുതലായും കാണാൻ പറ്റുക ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ക്രിസ്മസിന് അലങ്കാരമായിട്ടുള്ള വസ്തുക്കളുണ്ടാവും. അതേപോലെ തന്നെ ചെറുകിട വ്യാപാരങ്ങളുടെ പ്രാധാന്യം സംസ്കാര പൈതൃകമൊക്കെ സംയോജിക്കുന്നതാണ് ഇവിടുത്തെ മാർക്കറ്റുകൾ. ചെറിയ ചെറിയ ഡെക്കറേഷൻ വർക്കുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ട്രഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളായിരിക്കും ഇവിടുത്തെ മാർക്കറ്റിലായിട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇതുകളായിരിക്കും. പല നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു മാർക്കറ്റാണിത്. ക്രിസ്മസ് മാർക്കറ്റാണ്. ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. നഗരത്തിൻ്റെ സമ്പന്നമായ ക്രിസ്തീയ പൈതൃകത്തോടൊപ്പം പ്രാദേശിക കൃഷിയും കലകളും അടങ്ങിയതാണ് ഈ മാർക്കറ്റ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളതാണ് ഈ ഗ്ലൂ വൈൻ. ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാക്കുന്ന ഗ്ലൂ വൈനും ഗ്ലൂ വൈനും ബ്രാത്ത്വുസ്റ്റും. ഇവിടെ ഒരു നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ മാർക്ക് സ്ക്വയറിൻ്റെ ഭാഗത്തൊരു പുൽക്കൂട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ടുണ്ടല്ലേ. അതോടൊപ്പം തന്നെ ക്രിസ്മസ് മാർക്കറ്റിൽ പല ടൈപ്പായിട്ടുള്ള ഇവിടുത്തെ നട്ട്സുകളൊക്കെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ന്യൂട്ടെല്ല വെച്ചിട്ടും പിന്നെ പല രീതിയിലൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നട്ട്സ് നമ്മുടെ നാട്ടിലുള്ള കുബ്രിസ്കർണ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പംകിൻ സീഡാണ്. പിന്നെ ഓരോ നട്ട്സ്, ഹേസൽ നട്ടുകൾ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ള പാരാനുസ്, ബ്രസീൽ നട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ പല രീതിയിൽ സ്വീറ്റ്സ് ആയിട്ടുള്ള രീതിയിൽ അത് ഫ്രൈ ചെയ്തിട്ട് ഇവരത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വാങ്ങിക്കാനും ആൾക്കാർ വന്നിരിക്കുന്നു. ഏകദേശം 2 യൂറോ 3 യൂറോ ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. പിന്നെ ഇവിടുത്തെ നഗരത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്തിരിക്കുന്ന മാർക്കറ്റ് സ്ക്വയറിലായിരിക്കും. ഈ മാർക്കറ്റിൻ്റെ ഒരു ബൗണ്ടറി എപ്പോഴും ചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. നമുക്ക് ആ കാണുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്കുള്ള ആർട്ട് വർക്കുകൾ കാണാൻ പറ്റും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ക്രിസ്മസ് ടൈമിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ പുൽക്കൂടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ രൂപങ്ങൾ നമ്മൾ പുൽക്കൂടിലൊക്കെ വയ്ക്കില്ലേ, അത് വളരെ മനോഹരമായിട്ട് നമ്മൾ വെറുതെ ചുമ്മാ മണ്ണിലൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല. ഇതൊക്കെ വളരെ ഹാൻഡ് മെയ്ഡായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സുകളാണ്. എല്ലാം തന്നെ ഇവിടെ ബാഗുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ വീട്ടിൽ ആവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിൽ, ഈ ഒരു കടയിൽ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു ആകർഷണമാണ് ലീബ് കുഹൻ. ജർമ്മനിയിലെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ലീബ് കുഹൻ. സോ ലീബ് കുഹൻ്റെ തന്നെ പല ടൈപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പല ടൈപ്പ് സ്വീറ്റ്സുകൾ. ഇവിടെ ക്രിസ്മസിന് മാത്രം ട്രഡീഷണലായിട്ട് കിട്ടുന്ന സ്വീറ്റ്സുകളാണ് ഇവിടെ കാണുന്നത്.
നമ്മുടെ നാട്ടിൽ പെട്ടിക്കടകളൊക്കെ കാണുന്ന പോലത്തെ, പക്ഷെ ഇതിനൊക്കെ ഒരു യൂണീക്നെസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റും നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല കേട്ടോ, എല്ലാം വ്യത്യാസപ്പെട്ട ഓരോ ടേസ്റ്റ് കാണാനുള്ളത്. ഇതൊരു സ്വീറ്റ്സ് കടയാണ്. ഇതാണ് ഗ്ലൂ വൈൻ എന്ന് പറയുന്നത്. ഗ്ലൂ വൈൻ അത് എഴുതിയിരിക്കുന്നൊന്നുമില്ല, പല ടൈപ്പിലുള്ള ഗ്ലൂ വൈൻ. യൂറോപ്പിലെ തന്നെ ജർമ്മനിയിൽ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ക്രിസ്മസ് ടൈമിൽ ഏറ്റവും ആകർഷണമായിട്ടുള്ള ഒന്നാണ് ഗ്ലൂ വൈൻ. അതായത് വൈൻ ഇവർ ചൂടാക്കിയിട്ട് അതിൽ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഹീറ്റ് ചെയ്തിട്ട് കൊടുക്കണം. സോ ഇത് കഴിക്കുന്ന വഴി ജസ്റ്റ് ഒരു ഇത്തിരിക്കോളം കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾക്കാർക്കൊരു റിലാക്സേഷൻ, മൈൻഡ് കൂളാക്കുന്ന രീതിയിൽ. ഇവിടുത്തെ ഒരു ക്യാസിലല്ല കത്തീഡ്രലാണ്. സോ വളരെ ഭംഗിയായിട്ടുള്ളൊരു കത്തീഡ്രലിൻ്റെ അടുത്ത് ഇതേപോലെ ക്രിസ്മസ് മാർക്കറ്റ് വന്ന് ഇവിടെ ജനങ്ങൾ ഒത്തുകൂടുന്നു. അവർക്ക് സംസാരിക്കാനും ഒത്തുചേരാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട്, വേദിയായിട്ട് മാറുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ക്രിസ്മസ് ടൈമിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനോഹരമായിരുന്നു ഞാൻ ആലോചിക്കണം. ഇനിയും നമ്മൾ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ പല ടൈപ്പുള്ള വീണ്ടും ഇതിൻ്റെ മാർക്കറ്റിൽ തന്നെ പല രീതിയിലുള്ള വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ ഒരു പെരുന്നാൾ ഉത്സവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കാണുന്ന രീതിയിലുള്ള പാനുകൾ, അതേപോലെ തന്നെ പല രീതിയിലുള്ള സ്പൂണുകൾ, ഈ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് കട. ഓരോ സ്റ്റാളിനും ഇതേപോലെ ഓരോ നമ്പറൊക്കെ ആയിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത്. സോ ഈ മാർക്കറ്റ് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ ഇത് ഇങ്ങോട്ടൊക്കെ ആയിട്ട് പിന്നെയും ഭാഗങ്ങളുണ്ട്. ഒരു ചെറിയ മാർക്കറ്റല്ല. ജർമ്മനിയുടെ മിക്ക സിറ്റീസിലും ഇതേപോലെ ക്രിസ്മസ് മാർക്കറ്റ് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. വീണ്ടും ഈ കടകളുടെ തന്നെ റിപ്പീറ്റേഷൻ, നമ്മൾ നേരത്തെ കണ്ട സ്വീറ്റ്സ് ഷോപ്പുകൾ. ഇതിവിടുത്തെ നമ്മൾ മാർക്കറ്റിലൊന്നും, ക്രിസ്മസ് മാർക്കറ്റിൽ തന്നെ പച്ചക്കറികൾ സാധാരണ മാർക്കറ്റിലൊക്കെ ഉള്ളതിനേക്കാളും അല്പം റേറ്റ് കൂടുതലായിരിക്കും. എന്നിരുന്നാലും ഇത് ഇവിടുത്തെ ഇവരുടെ ബയോളജിക്കലായിട്ട് ഇവരുടെ റീജിയണൽസിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകളാണ് പച്ചക്കറികൾ. അതേപോലെ തന്നെ തക്കാളി, ഈ വക എല്ലാവിധ പച്ചക്കറികളും മാർക്കറ്റിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും. ഫ്രൂട്ട്സ് കിട്ടും, പക്ഷെ താരതമ്യേന കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. കണ്ടോ, ഇവിടുത്തെ ഈ തക്കാളിക്കൊക്കെ, ആപ്പിളിനൊക്കെ 1 കിലോയ്ക്ക് 4 യൂറോ. സോ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൂർസ്ബുർഗ് ഡോമാണ്. വൂർസ്ബുർഗ് ജർമ്മനിയിലെ തന്നെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് വൂർസ്ബുർഗ് ഡോമാണ്. ഈ വൂർസ്ബുർഗ് ഡോമിന് വളരെ പ്രത്യേകതകളുണ്ട്. ഇത് 1100 അതായത് 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഡോമാണത്. പിന്നെ 1945-ലുണ്ടായ സെക്കൻഡ് വേൾഡ് വാറിൽ ഇതിന് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിക്കപ്പെട്ടു. അതിനുശേഷം ഇത് പുനർനിർമ്മിക്കപ്പെട്ടതാണ്. നമുക്ക് ഈ ഡോമിലേക്ക് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എനിക്കറിയില്ല ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമെന്നുള്ളത്. കയറിയാൽ എന്തായാലും അതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ വിൻ്റർ ടൈമിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. സോ നമുക്ക് ഈ വൂർസ്ബുർഗ് ഡോമിൻ്റെ എൻട്രി ഇതാ കാണുന്നതാണ്. ഈ വഴി കയറാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിങ്, ഈ ഒരു ഡോം പണിതിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഒരു റൊമാൻസ് ഒരു ശൈലിയിലാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചില ഭാഗത്ത് ഗോത്തിക്
ആർക്കിടെക്ചറും പിന്നെ റോക്കോ ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ പണ്ടൊരു ബിഷപ്പിൻ്റെ 13-ാം നൂറ്റാണ്ടിലെ ഒരു ബിഷപ്പിൻ്റെ ഒക്കെ ഒരു ശവക്കല്ലറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഡോമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പിള്ളേർ, ജർമ്മൻ കുട്ടികൾ മലക്കം പറഞ്ഞ് കളിക്കും. എത്ര കൂളായിട്ട് അവർ ചെയ്യുന്നത് നോക്കി. എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ളത് എന്ത് കാണിക്കും. ഈ സാധനം ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പത്തിലും അന്ന്. എൻ്റെ പൊന്നെ, ആ കുട്ടിക്ക് ഇതന്നെ പണിയെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറാൻ പോയപ്പോഴും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ നമ്മളതും കണ്ടുകൊണ്ട് വീണ്ടും സിറ്റിയുടെ ഓൾഡ് സ്റ്റാർട്ട് എന്ന് അതിനെ പറയാം, ഓൾഡ് മാർക്കറ്റ്, ഓൾഡ് സിറ്റി. സോ ഒരു ട്രാം പോകുന്നുണ്ട്. എന്ത് ഭംഗിയാലേ. യൂറോപ്പിലൊക്കെ എല്ലാ സിറ്റീസിലും ഇതേപോലെ ട്രാം സർവീസ് ഉണ്ടാവും. എപ്പോഴും ഇതിൻ്റെ മെയിൻ റെയിൽവേ സ്റ്റേഷനെ കണക്ട് ചെയ്തിട്ട് ഇവിടുത്തെ സിറ്റിയിൽ ഇതിൻ്റെ ഇന്നർ ഏരിയാസിലൊക്കെ ഇതേപോലെ ട്രാം പോകും. ഇവിടെ വിൻ്ററായി കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ പോലെ പല ടൈപ്പ് ഡ്രസ്സുകളോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ടൈപ്പ് ജാക്കറ്റാണ്. ഒരു കറുപ്പയും അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ, അല്ലെങ്കിൽ എപ്പോഴും ജാക്കറ്റിലായിരിക്കും ഇവിടുത്തെ ജർമ്മൻസൊക്കെ തന്നെ പൊതുവിൽ. ഇന്നത്തെ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഇവരൊക്കെ ഓരോ പട്ടികളെയും കൊണ്ടായിരിക്കും. ഇപ്പോൾ കാണാൻ പറ്റില്ല, ബട്ട് കാലത്തേക്കാണെങ്കിൽ ഇപ്പോൾ ഒരു വാക്കിനൊക്കെ പോകുന്നത് ജർമ്മൻസ് ഓരോ പട്ടികളെയും കയ്യിൽ പിടിച്ചിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സിറ്റി സ്ക്വയർ എന്ന് പറയാം. അതായത് ഈ ഒരു സ്റ്റാച്യുവിന് 4 ഡയറക്ഷനിലേക്ക് റോഡ് ഉണ്ടാവും. ഇത് 1ാമത്തെ റോഡ്, അതേപോലെ തന്നെ അവിടെ 2ാമത്തെ റോഡ്, ഇത് 3ാമത്തെ റോഡ്, ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 4ാമത്തെ റോഡുണ്ട്. അതേപോലെ ഈ സിറ്റീസിലൊക്കെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടല്ലോ, അതേപോലെ അതിൽ നിന്ന് മാറിയിട്ട് ഇതേപോലെയുള്ള ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ടാവും. ഇത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളാണ്. ചെറിയ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് പോലെയല്ല, പക്ഷെ എന്നാലും അതേപോലെ തന്നെ പക്ഷേ ഈ കടകൾ മറ്റേത് ക്രിസ്മസ് മാർക്കറ്റ് കഴിയുമ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റപ്പെടും. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ഈ സിറ്റി സെൻറ്ററിന് നടുവിൽ കൂടെ ഇതേപോലെ ട്രാം പോകും. സോ ഇങ്ങനെയൊക്കെയാണ് ഒരു ജർമ്മൻ സിറ്റി. ഇത് എവിടെ പോയാലും ഇപ്പോൾ ജർമ്മനിയുടെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ നിങ്ങളൊരു ടൗണിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ സിറ്റി സ്ക്വയറിൽ ഇപ്പോൾ ഇതേപോലെ ഒരു സ്റ്റാച്ചു, അതിൻ്റെ താഴെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു വെള്ളം കുടിക്കാനല്ല, ഒരു ചെറിയ പക്ഷികൾക്കൊക്കെ ഇതിലിപ്പോൾ വെള്ളമില്ല. ഇനി നമ്മൾ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വൂൾസ്ബർഗിൻ്റെ അട്രാക്ഷനാണ് ഇവിടുത്തെ ആൾട്ട് മരിയൻബ്രൂക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജ് നേരത്തെ കണ്ട ആ ഡോം പണിത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജും പണിയുന്നത്. കരിങ്കല്ല് വെട്ടിയെടുത്ത് ഇതേപോലെ ഈ താഴെ കാണുന്ന പോലെ പാത്ത് ഉണ്ടാക്കി ചെത്തി മിനുക്കി ഇതേപോലെ ബ്രിഡ്ജ് റെഡിയാക്കിയിട്ടാണ് ഈ ഒരു മരിയൻ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ വൂൾസ്ബർഗിലെ ചെറിയൊരു കുട്ടി ട്രെയിൻ.
വളരെ ഓൺ സിറ്റി സെൻറ്റർ. ഇപ്പോൾ ഇതിൽ ഗൈഡഡ് ടൂറിസിനൊക്കെ വരുന്ന, ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്ന വിദേശികൾക്ക് ഇതേപോലെ ഈ കുട്ടി ട്രെയിനിൽ കയറാം. ഈ കുട്ടി ട്രെയിൻ ഇതേപോലെ ട്രാക്ക് പാളമൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതേപോലെ ചെറിയ ചക്രങ്ങളിലാണ് ആ ഒരു ട്രെയിൻ നീങ്ങണേ. അതേപോലെ പല പല ബോഗീസ് കണക്ട് ചെയ്തിട്ട് ഇതിന് പാളങ്ങളൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി ട്രെയിൻ. ഇത് സിറ്റി ട്രെയിൻ എന്ന് അതിനെ വിളിക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡോമിൻ്റെ ഫ്രണ്ടിലേക്ക് അത് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾക്കാരോ വേറെ ഫോറിനേഴ്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് ട്രാം എന്നല്ല ഇതിനെ വിളിക്കുക. ട്രാമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ചും കൂടെ ഈ ഒരു സിറ്റിയുടെ ഒരു സിഗ്നേച്ചർ അത് കാണിക്കും. ഇനി നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ളൊരു ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇത് കഴിഞ്ഞ സമയത്തോ കഴിഞ്ഞ കാലഘട്ടത്തിലോ ഒന്നും നിർമ്മിച്ച ഒന്നുമല്ല. 11-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രിഡ്ജാണിത്, മരിയൻ ബ്രിഡ്ജ്. ഇപ്പോൾ വുർസ്ബുർഗിലെ മരിയൻ ബ്രിഡ്ജിൽ എന്ന് പറയുമ്പോൾ ഇത് 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ പണിതാണ്. ഗോയ്റ്റിക് ആർക്കിടെക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത്. ഈ ബ്രിഡ്ജിന് കുറുകെ ഒരു നദി പോകുന്നുണ്ട്. ഈ നദിക്ക് കുറുകെയാണ് ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. ഈ നദി ജർമ്മനിയിലെ മെയിൻസ് നദിയാണ്. അപ്പോൾ 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു പാലം 18-ാം നൂറ്റാണ്ടിൽ ഇതിന് സറൗണ്ടിങ് ആയിട്ട് ഇതിന് ചുറ്റും 12 ശിഷ്യന്മാരുടെയും അതേപോലെ പുണ്യവാന്മാരുടെയൊക്കെ ശില്പങ്ങൾ ചേർത്തുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ പുനർനിർമ്മിച്ചു. റോമൻ സ്റ്റൈൽ സ്മാരകങ്ങളെ മാതൃകയായിട്ടാണ് ഇവിടെ ഈ ഒരു പ്രതിമകളും രൂപങ്ങളൊക്കെ സൃഷ്ടിച്ചത്. സോ ഇത് മെയിൻസ് നദിയാണ്. ജർമ്മനിയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് മെയിൻസ് നദി. ഇപ്പോൾ നല്ല തണുത്തിരിക്കണ ഡിസംബർ ടൈമൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഭയങ്കര കലങ്ങി ആണ് ഈ നദിയിൽ. ഇവിടുത്തെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഈ ബ്രിഡ്ജിൽ വന്ന് പോസ് ചെയ്ത് നിൽക്കുന്നു. ഈ ഒരു ശില്പം ഇതേപോലെ സെൻറ്റ് തോമസോ, അതിൻ്റെ പേര് പയ്യെ കാലപ്പഴക്കത്തിൽ മാഞ്ഞുപോയി. സോ ഈ ഒരു ശില്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റിലാട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് ഇത് കെയർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ചെറുതായിട്ട് പൂപ്പലായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത മറ്റൊരു രൂപം, ഇങ്ങനെ 12 ശിഷ്യന്മാരുടെയും വിശുദ്ധരുടെയൊക്കെ രൂപങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് ഈ ശില്പങ്ങളിൽ. ഇത് വൂർസ്ബുർഗിൻ്റെ മതപരമായ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനിറ്റി വന്നതും കാത്തലിക് ഡോമിനൻസും ഒക്കെ വ്യക്തമായിട്ട് ഈ ഒരു സ്മാരകങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നദിയിൽ നിന്ന് വെള്ളം ചാടുന്നതാണോ? ഇതിലൊക്കെ പെട്ടുപോയാലുള്ള അവസ്ഥ അല്ലേ. ജീവൻ പോലും നോക്കണ്ട. അയ്യോ, കണ്ടിട്ട് തന്നെ പേടിയാവും. എത്ര ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത് നോക്കി. ഇത് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിൽ ഇത് ഭയങ്കര ശക്തിയാണ്. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവുന്നു. ഇവിടെ ഇങ്ങനെ ഓരോ ബ്രിഡ്ജിലൊക്കെ ചെറുതായിട്ട് വൈനൊക്കെ അടിച്ച് ഇവിടുത്തെ ജർമ്മൻസ് റിലാക്സ് ചെയ്യുന്നു. അവരുടെ ഫാമിലി ലൈഫ്, അവരൊരു ഫ്രീ ഡേ കിട്ടുമ്പോൾ അവരിങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ പാലം ഇപ്പോൾ പണ്ടൊക്കെ ഇതിൽ കൂടെ വാഹനങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ സൈക്കിൾ യാത്രക്കാരും അല്ലെങ്കിൽ നടക്കുന്നവർക്കും മാത്രമേ ഈ പാലം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് അപ്പുറത്തായിട്ട് ഇതിൻ്റെ മോഡേൺ ആയിട്ടുള്ളൊരു 2 സൈഡിലായിട്ട് റോഡുകൾ പണിതുണ്ട്. അവിടെ വാഹനങ്ങൾ വഴി പോവാം.
സോ ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം താഴേക്ക് വെള്ളച്ചാട്ടമായിട്ട് മാറാം. നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഈ ഒരു നദിയിൽ നമ്മൾ ഈ ഫ്രെയിം ഇങ്ങനെ പയ്യെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു കാസിൽ കാണുന്നുണ്ടോ? അതിനകത്ത് സൂം ചെയ്യാം. അതാണ് മരിയൻബുർഗ് ഫോർട്രസ്. നമ്മൾ ഈ ഫോട്ടോസിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി വുർസ്ബുർഗിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് വുർസ്ബുർഗ് വൈൻ യാർഡുകൾ. ഈ നദിക്ക് കുറുകെ കുറച്ച് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ധാരാളമായിട്ട് വൈൻ്റെ ഒരു ഹബ്ബാണിത്. ഇതിനെ ഫ്രാങ്കോണിയൻ റീജിയണിലെ ഹബ്ബായിട്ടാണ്, വൈൻ പ്രൊഡക്ഷൻ്റെ ഹബ്ബായിട്ടാണ് വുർസ്ബുർഗ് അറിയപ്പെടുന്നത്. ആ അറ്റത്ത് കാണുന്നതൊക്കെ വൈൻ യാർഡ്സുകളാണ്, വുർസ്ബുർഗിൻ്റെ വൈൻ യാർഡുകളാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ്